ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വം 2025 എന്ന പ്രോഗ്രാം ടൗൺ ക്ലീനിങ്ങോടുകൂടി നമ്മൾ ഈ വർഷം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ മാസവും ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ലബ്ബ് പ്രസിഡന്റ് സതീഷിനെ ക്ഷണിക്കുന്നു. സെക്രട്ടറി പറഞ്ഞ പോലെ യുവതാര ക്ലബിൻ്റെ നേതൃത്വത്തിൽ ശുചിത്വം 2025 എന്ന പ്രോഗ്രാം നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലൊരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാനുള്ള കാരണം നമ്മൾ കാലാകാലമായിട്ട് ടൗൺ വൃത്തിയാക്കലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു സ്ഥിരമായിട്ട് നമുക്ക് വൃത്തിയായുള്ള ഒരു ഗ്രാമമാക്കി മാറ്റാനാണ് യുവതാര ശ്രമിക്കുന്നത്. അതിനോടൊപ്പം ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥന. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് പുതുശ്ശേരി ജംഗ്ഷൻ എൻ്റെ നാട്ടിലാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും നമ്മുടെ നാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു പൗരസമിതിയോ അല്ലെങ്കിൽ ഒരു യുവജന കൂട്ടായ്മയോ ഓരോ ക്ലബ്ബുകളുണ്ടാവും. അതുപോലെ എൻ്റെ നാട്ടിലുള്ള ക്ലബ്ബാണ് യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. പണ്ട് കാലത്തുള്ള നമ്മുടെയൊക്കെ പൂർവികരുടെയൊക്കെ ഒരുപാട്, പൂർവികരെന്നല്ല നമ്മുടെയൊക്കെ മുതിർന്നവരുടെ ഒരുപാട് വിയർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ളൊരു ക്ലബ്ബാണ് യുവതാര. നമ്മുടെ നാടിൻ്റെയൊക്കെ വികസനത്തിനും എല്ലാ കാര്യങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് ഈ ക്ലബ്ബായിരുന്നു കേട്ടോ. അന്ന് കരണ്ടും വെട്ടവും വെളിച്ചവും ഇല്ലാത്ത സമയത്ത് പച്ചക്കട്ട ഇഷ്ടിക ചുട്ട് എന്താ പറയുക ബിൽഡിംഗ് ഉണ്ടാക്കിയ കഥകളും നിരവധിയായ കഥകളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ക്ലബിൻ്റെയൊക്കെ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഭരണസമിതിയിൽ ആദ്യത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങാടി വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു. ടൗണും പരിസരവും ശുചിത്വമാക്കുക. അപ്പോൾ ഈ പ്രോഗ്രാമിനൊരു പേരിട്ടിരിക്കുന്നത് ശുചിത്വം 2025 എന്ന പേരിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എത്തിക്കൂടിയ ആളുകളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ നാടിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതലൊരു അഹങ്കാരം തോന്നുന്ന ഒരു കാര്യം, ഇന്ന് ഈ ചപ്പ് വെറുക്കുന്നതും ഈ കാട് വൃത്തിയാക്കുന്നതും സാധാരണക്കാരും അല്ലെങ്കിൽ ചെറുപ്പക്കാരും മാത്രമല്ല കേട്ടോ. ഡോക്ടർ, ബാങ്ക് മാനേജർ, സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, റിട്ടയർഡ് ഉദ്യോഗസ്ഥർ, നിരവധിയായിട്ടുള്ള ആളുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും വിശ്വസിക്കുന്നവരും ഉണ്ടെന്നുള്ളതാണ്. അതൊരു വലിയൊരു അഹങ്കാരത്തോടുകൂടി തന്നെ പറയാം. എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു കൂട്ടായ്മയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ മുതൽ ബാങ്ക് മാനേജർ മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതലുള്ള ആളുകളുണ്ട് ഈ കൂടുതൽ. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് കേട്ടോ ഞാൻ. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണും പരിസരവും വളരെ അടുക്കും ചുറ്റിയോടും കൂടിയിട്ട് രാവിലെ 10:30 മണിക്ക് തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്ത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയും കൂടെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക ഒരു വ്യക്തി താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്നില്ല. ഒരു നാടിൻ്റെ ഒരു മുഖമായിട്ടുള്ള ഒരു ഭാഗം അത് വൃത്തിയാക്കി എല്ലാവർക്കും കൂടെ വേണ്ടി. പിന്നെ അതുപോലെ ഞങ്ങളുടെ KSRTC ബസ് നിർത്തുന്ന ഒരു സ്ഥലം അവിടെയെല്ലാം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് ബസ് പാർക്ക് ചെയ്യുന്നുള്ളൊരു സ്ഥലം അവിടെയൊക്കെ ഒരു ബോർഡൊക്കെ വെച്ച് എല്ലാം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് എത്തിക്കൂടിയ ആളുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഇന്ന് ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ അതൊരു വീഡിയോ ആക്കി എല്ലാവരിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം ക്ലബ്ബ് ഭാരവാഹികളും എല്ലാവരും ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു രാവിലെ 10:30 തുടങ്ങിയ ഈ പ്രവൃത്തി ഏകദേശം ഒരു 1.5 മണി വരെ നീണ്ടു എന്നുള്ളതാണ്. അതിനിടയിൽ നമ്മുടെ വ്യാപാരികളായ അവർ നമുക്ക് കുടിക്കാനുള്ള വെള്ളങ്ങളും അതുപോലെ എല്ലാ സഹായ സഹകരണങ്ങളും കൊണ്ട് ആളുകൾ മൊത്തത്തിലുണ്ടായിരുന്നു കേട്ടോ. ഒരു ഏകദേശം 90% കൂടെ വൃത്തിയാക്കിയ സമയത്ത് ടൗണൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പണിയെടുക്കാൻ മടിയായതുകൊണ്ടല്ല. അപ്പോൾ ഈ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു വീഡിയോ എടുത്തില്ലെങ്കിൽ നമുക്ക് നാളത്തേക്ക് ഇത് ഓർമ്മിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു മനോഹരമായി പകർത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു മാതൃകയാവട്ടെ എല്ലാവർക്കും. എല്ലാവരുടെയും അങ്ങാടിയും പരിസരങ്ങളും ഇതുപോലെ വൃത്തിയുള്ളതായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.